ഇപ്പം വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ BJP പറ്റി പറയുന്ന ഏറ്റവും വലിയ ആരോപണത്തിന് അങ്ങ് മറുപടി പറഞ്ഞ് ഇങ്ങ് വന്നതേ ഉള്ളൂ. എന്നാലും കോൺഗ്രസ് ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണം മണ്ഡലം പറഞ്ഞിട്ടൊക്കെയാണ് ഇന്ന ഇടങ്ങളിലൊക്കെ BJPയും CPM കൂടെ ഡീലാണ് എന്നാണ് പറയുന്നത്. ഇത് പണ്ട് കാലത്ത് ഹിറ്റ്ലറിന്റെ സമയത്ത് ഒരു പ്രൊപ്പഗൻഡ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഗോബൽസ് എന്ന് പറഞ്ഞിട്ട്. അയാളുടെ ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഇഫ് ഐ സേ എ ലൈ ഓഫൺ ഇനഫ് പീപ്പിൾ വിൽ ബിലീവ് ഇറ്റ് ടു ബി ട്രൂത്ത്. ഞാൻ ഇങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഒരു തന്ത്രം. ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്, ഓൺ റെക്കോർഡ് പറഞ്ഞത്, പാലക്കാട് സീറ്റിന്റെ കാര്യത്തിൽ പാലക്കാട് CPM ഒരു ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തക്കതായി അങ്ങോട്ടും ഒരു ഡീലുണ്ട്. ശരിക്കും എന്തെങ്കിലും ഡീൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്? ഇത് ആരെയാണ് ഇവര് വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ടീസാണ് ഈ കോൺഗ്രസും CPM. അവിടെ അടുത്ത് തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ അലയൻസിൽ മത്സരിക്കുന്നതാണ് CPM-ഉം കോൺഗ്രസും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? 100% ഇത് നുണയാണ്. ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന അവരുടെ ഒരു രീതിയാണ്, തന്ത്രമാണ്. കോൺഗ്രസ് പാർട്ടി തെലങ്കാനയിൽ തുടങ്ങിയ ഒരു തന്ത്രമാണ് ഇത്. ഓപ്പോസിഷൻ അവിടുത്തെ 3-way ഫൈറ്റിൽ മൂന്നാമത്തെ പാർട്ടി BJPന്റെ ഒപ്പമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടെ BRS-നെ തോൽപ്പിച്ചു. തെലങ്കാനയെ ഒപ്പോസ് ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇപ്പൊ തെലങ്കാന ഭരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടെ ഇരിക്കുന്ന BRS BJPന്റെ ഒപ്പം ചേർന്ന് ഒരു അലയൻസിലാണെന്ന് അവരോട് പ്രചരണം നടത്തി. ജനങ്ങൾ വിശ്വസിച്ചു. പക്ഷെ ഇത് ഇവിടെ നടക്കില്ല. അല്ല, ഒരു കോൺഗ്രസ് നേതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യം, നേമത്തും അരുവിക്കരയിലും ഡീലുണ്ട്. അതായത് നേമത്ത് BJP കോൺഗ്രസുകാര് സത്യസന്ധയോട് സംസാരിക്കുന്ന ആൾക്കാര് എപ്പോഴാണ് ഇങ്ങനെ നിങ്ങൾ തീരുമാനിച്ച്? ഇവര് നുണ പറഞ്ഞിട്ടല്ലേ? എത്ര കൊല്ലമായി രാഹുൽ ഗാന്ധി പയനർ ചെയ്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അല്ലേ നുണ പറയാ? നരേന്ദ്രമോദിജിന്റെ എതിരെ നുണ പറയാ, BJPന്റെ എതിരെ നുണ പറയാ. ജനങ്ങൾ ആ കാലം കഴിഞ്ഞു. ഞാൻ ഇപ്പോ ഏറെ റെസ്പോൺസിബിലിറ്റി പറയുന്ന ഒരു കാര്യം, BD സതീശനാണോ KC വേണുഗോപാലാണോ രാഹുൽ ഗാന്ധിയുടെ, ഈ നുണവിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ജനങ്ങളോട് പറയാം. ഞങ്ങൾക്കൊരു ഭരണം കിട്ടിയാൽ ഇത് ഞങ്ങൾ ചെയ്യും എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണം. ഇത് ഈ ജനങ്ങളെ വെടിയാക്കി നുണ പറഞ്ഞ് നടന്നിട്ട് ജനങ്ങളെ വെടിയാക്കുന്ന പൊളിറ്റിക്കൽ അതിന്റെ കാലം കഴിഞ്ഞു. അല്ല, നമ്മൾ ഈ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിട്ടുള്ള ചില കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാര്യം, ഈ ദുർബലമായ കാൻഡിഡേറ്റ് ആരാണ്? അത് പറയുമ്പോ എന്താണ് ഇപ്പൊ അവർ പറഞ്ഞത്? പാലക്കാടിൽ മുന്നിൽ ആരാണെന്നാണ് അവർ കൺഫേം ചെയ്യുന്നത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങൾ അവർ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അത് അവർ കൺഫേം ചെയ്യുന്നു. അതല്ല, ഈ മറ്റ് സ്ഥാനാർത്ഥികളെ എടുത്താൽ മറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പോ പല മണ്ഡലങ്ങളിലും BJPക്ക് നല്ല വോട്ട് സാധ്യതയുള്ള മണ്ഡലങ്ങൾ, ഇപ്പൊ തൃപ്പൂണിത്തുറ, കൊടുങ്ങല്ലൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ താമര ചിഹ്നം വരച്ചു വെച്ചിട്ട് അത് മായ്ക്കേണ്ട സാഹചര്യം വന്നു. ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ദുർബലരായി എന്ന പരാതി വന്നു. ഇപ്പൊ ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി മാറ്റം ചർച്ചയായി. ആറന്മുള ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് കുമ്മനം രാജശേഖരൻ ലാൻഡ് ചെയ്തത്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ദുർബല നിങ്ങളെല്ലാം പറയാണ്. എനിക്ക് ആറന്മുളയില് ഒരു ദുർബലമായ കാൻഡിഡേറ്റ് ആരാണ്? ദുർബലമായ കാൻഡിഡേറ്റ് ചെങ്ങന്നൂർ MP ഗോപകുമാർ, ഞങ്ങളുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം? ഞാൻ നോട്ട് ചെയ്ത് വെച്ചോളൂ, അദ്ദേഹം ജയിക്കും ചെങ്ങന്നൂരിൽ. ഇപ്പൊ ആലപ്പുഴ ജില്ല എടുത്ത ഏറ്റവും നന്നായി BJPക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷെ ആലപ്പുഴയിൽ പലയിടത്തും ഒരുപക്ഷെ ഒരു താമര ചിഹ്നത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി വന്നാൽ വലിയ മാറ്റം ഉണ്ടാക്കാമായിരുന്ന സ്ഥലം കായംകുളം ഉൾപ്പെടെ. അവിടെ അത് ഞങ്ങളുടെ NDAന്റെ ഘടകകക്ഷി BDJS അല്ല മത്സരിക്കുന്നത്. അതെങ്ങനെ? എന്താണ് അഭിപ്രായ വ്യത്യാസം? അത് BDJS-ഉം BJP തമ്മിൽ നമ്മളെ സീറ്റ് നെഗോഷിയേഷൻ സമയത്ത് അവര് ആ സീറ്റ് ആവശ്യപ്പെട്ടു, അത് ഞങ്ങൾ കൊടുത്തു. അത് നെഗോഷിയേഷന്റെ ഭാഗമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആലപ്പുഴ കോൺഗ്രസ് നിന്ന് വന്ന MJ ജോർജ് KPCC ജനറൽ സെക്രട്ടറി പാർട്ടിയിൽ വന്നു. നല്ല ജനകീയ ലീഡറാണ്, പ്രവർത്തിക്കാൻ തയ്യാറാണ്, വികസിത കേരളം സൃഷ്ടിക്കാൻ തയ്യാറാണ്, മത്സ്യമേഖലയിൽ എല്ലാം നന്നായി അധ്വാനിച്ച വ്യക്തിയാണ്. അദ്ദേഹം വന്നു, കാൻഡിഡേറ്റ് ആക്കി. ഇതിൽ ഈ CPM-ഉം കോൺഗ്രസ് എന്താ ഇതിൽ ഫാക്ടർ? അതല്ല, ഇപ്പൊ തൃപ്പൂണിത്തുറ BJP കേരളത്തിൽ 2 മുനിസിപ്പാലിറ്റിയാണ് ഭരിക്കുന്നത്. അതിലൊരു മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. അവിടെ 2020 കൊടുക്കുന്നു. കൊടുങ്ങല്ലൂർ ഇതുപോലെ BJP സാധ്യതയുള്ള മണ്ഡലമാണ്. അപ്പൊ ഘടകകക്ഷികൾക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങൾ കൊടുത്തിട്ട് ആ മണ്ഡലങ്ങളിൽ മുമ്പ് കിട്ടുന്ന വോട്ട് കിട്ടാതിരുന്നാലോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഞാനിത് പറയട്ടെ, ഇതെല്ലാം വെറുതെ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിൽ പോകണ്ട. തൃപ്പൂണിത്തറയിൽ ഇതുവരെ കിട്ടാത്ത വോട്ട് ഈ ഇലക്ഷനിൽ കിട്ടും.
ഞാൻ ഉറപ്പ് തരുന്നു, എഴുതി വെച്ചോ. പക്ഷെ നോക്കൂ, NDA കൊടുങ്ങല്ലൂരിൽ നമുക്ക് ഇതുവരെ കിട്ടാത്ത വോട്ട് കിട്ടും, ജയിക്കും. കൊടുങ്ങല്ലൂരും തൃപ്പൂണിത്തരും ഞങ്ങൾ ജയിക്കും, NDA ജയിക്കും, അത് ഞാൻ ഉറപ്പായിട്ട് തരുന്നു. NDA സംബന്ധിച്ച് ഓരോരോ സീറ്റ് ഞാൻ ആദ്യം മുതൽ പറഞ്ഞ എന്താണ്, 140 സീറ്റ് ഞങ്ങൾ കമ്പീറ്റ് ചെയ്യാനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്, തീരുമാനിക്കുന്നത്. എന്തിനു വേണ്ടി? ജയിക്കാൻ, മത്സരിക്കാൻ എന്നല്ല. ഈ ഫിക്സ്ഡ് മാച്ച് എന്നും പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഞാനൊരു ന്യൂസ് കൊടുക്കുന്നു. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് 100 സീറ്റ് എല്ലാം പറഞ്ഞു നടക്കുന്നില്ലേ? അപ്രതീക്ഷിതമായ സീറ്റുകൾ, കോൺഗ്രസിന്റെ സീറ്റുകൾ NDA ജയിപ്പിക്കും, ജനങ്ങൾ ജയിപ്പിക്കും. നോട്ട് ചെയ്തോളൂ. അപ്പോഴും തൃപ്പൂണിത്തുറ പോലെ ഇതുപോലെ BJPക്ക് ഇത്രയും സ്ട്രോങ് ഹോൾഡ് ഉള്ള ഒരു സ്ഥലത്ത് NDAയുടെ സ്ഥാനാർത്ഥി വരുന്നു, അല്ലെങ്കിൽ പലയിടത്തും അല്ല, NDA സ്ഥാനാർത്ഥികൾ വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് പറയുന്നു. കാര്യം 2020 ആണ് പാർട്ടി, അല്ല തൃപ്പൂണിത്തുറയല്ല ഞാൻ ഉദ്ദേശിച്ച മറ്റു രണ്ടിടത്ത്. പോയിന്റ് അവിടെ BJPയുടെ താമര ചിഹ്നത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ BJPന്റെ പ്രവർത്തകർക്കും അതായിരുന്നു ആഗ്രഹം. പക്ഷെ NDA കോalitionൽ NDAന്റെ ഒരു ഒറ്റ പാർട്ടി ഉണ്ടല്ലോ, അവര് ആവശ്യപ്പെടുന്ന സീറ്റ് അവര് 30 സീറ്റ് ചോദിക്കും, അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് അത് 22 സീറ്റാവും, 19 സീറ്റാവും. അത് ചില സീറ്റ് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് പെടുമ്പോഴാണ് ഈ സംശയങ്ങൾ വരുന്നത്. അതിപ്പോ 2020 അവർ തോൽക്കാൻ നിൽക്കണം. അല്ല, അങ്ങനെ പറയുന്നില്ല. പക്ഷെ BJPക്ക് അവിടെയുള്ള സ്വാധീനത്തെ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല ഞങ്ങൾ. അതല്ല, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ 140 സീറ്റ് പഠിച്ച് മനസ്സിലാക്കി അവിടെ ഒരു വിന്നിംഗ് കാൻഡിഡേറ്റ് ആണ് മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതില് മാതൃഭൂമിക്കും സംശയം ഉണ്ടാവാൻ പാടില്ല, CPM-ന് സംശയം ഉണ്ടാവാൻ പാടില്ല, കോൺഗ്രസിന് സംശയം ഉണ്ടാവാൻ പാടില്ല. അവിടെ വീക്ക് കാൻഡിഡേറ്റ് ആരോടാണ് മത്സരം? നിയമത്തിൽ രണ്ടുപേരും ഒരുമിച്ച്, ഞാൻ പറഞ്ഞില്ല ഇതെന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ നോളജിൽ ഈ രണ്ടുപേരും ഒന്നാണ്, രണ്ടല്ല. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഒന്നാണ്, അവരുടെ ഫെയിൽഡ് ഗവർണൻസ് ഒന്നാണ്, അവരുടെ കുടുംബ രാഷ്ട്രീയം ഒന്നാണ്, അവരുടെ അഴിമതി ഒന്നാണ്, ശബരിമലയിൽ കൊള്ളയിൽ അവർ ഒന്നാണ്. അപ്പൊ എന്തിനാണ് ഞാൻ പ്രിൻസിപ്പൽ ഒപ്പോണന്റും രണ്ടാമത്തെ പ്രിൻസിപ്പൽ ഒപ്പോണന്റ് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഒരു ആവശ്യമില്ല. രണ്ടുപേരും ഒരു സംശയമില്ല, ജനങ്ങൾ പറഞ്ഞു രണ്ടുപേരും മതിയായി എന്ന് പറഞ്ഞു. ആ മാറ്റമല്ലേ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എതിർപ്പ് ഉള്ളത് CPM-ന്റെയും കോൺഗ്രസിന്റെ എതിരെയാണ് ജനങ്ങൾ മതിയായി പറഞ്ഞത്. ഞങ്ങളാണ് മാറ്റം കൊണ്ടുവരാൻ താല്പര്യം, അത് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നു. എത്ര വോട്ടിന് ജയിക്കുമെന്ന പ്രതീക്ഷ? സോറി അങ്ങനെ പറയാൻ പാടില്ല നിങ്ങളോട്. ഇതെല്ലാം സോറി വെഡിത്തരത്തിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. ഇത് ടേൺ ഔട്ട് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിരിക്കും. ജനങ്ങളുടെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ അവർ ടേൺ ഔട്ട്, അതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. ഞങ്ങളുടെ ഒരു വിശ്വാസം, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ 140 സീറ്റില് പ്രതീക്ഷ ഇല്ലാത്ത റിസൾട്ട് ഈ ഇലക്ഷനിൽ കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.